നാം ചില ദിവസങ്ങളായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച വലിയ പ്രവൃത്തിയെ സംബന്ധിച്ച് പറഞ്ഞു വരികയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ സന്ദേശമാണ്. ലോകം മുഴുവൻ അറിയേണ്ടതും ലോകത്തിന് മുഴുവൻ വിടുതൽ കൊടുക്കുന്നതുമായ വലിയ പ്രവൃത്തിയാണ് അവിടുത്തെ ക്രൂശുമരണം എന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമ്മുടെ പ്രസംഗത്തിന്റെ സാക്ഷ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം. ആ ക്രൂശിലൂടെ നിവർത്തിച്ച പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നത് നാം അവസാനം വിശദീകരിച്ചു കൊണ്ടിരുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പ് ക്രൂശിലൂടെ സാധിച്ചിരിക്കുന്നു എന്നാണ്. വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ ലളിതമായ അർത്ഥം, എന്നാൽ അതിന്റെ ആകമാന അർത്ഥം നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് എടുക്കുക എന്നതാണ്. അങ്ങനെ ഏക മനുഷ്യന്റെ പാപത്താൽ തനിക്കും തന്റെ പിൻഗാമികളായ മനുഷ്യജാതിക്ക് മൊത്തവും മാത്രമല്ല അഖിലാണ്ടത്തിനു മൊത്തവും വന്ന തകർച്ചയിൽ നിന്ന് പൂർണ്ണമായ വിടുതലും ഉദ്ധാരണവും ക്രൂശ് മരണത്തിലൂടെ അതിനടിസ്ഥാനത്തിൽ സാധിച്ചിരിക്കുന്നു എന്നാണ് നാം പറഞ്ഞു വന്നത്. ആ വീണ്ടെടുപ്പ് എന്നതിന്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. ആത്മാവിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ പാപം പോക്കി പാപത്തിന്റെ കുറ്റം ക്ഷമിച്ച് പാപത്തിന്റെ പ്രകൃതത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് വിശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ശക്തിയാണ്, ആ രക്തത്തിന്റെ ശക്തിയാണ്. മാത്രമല്ല മനുഷ്യന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കും. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഭാവിയിൽ ഒരു ദിവസം സംഭവിക്കും. അതായത് മരണമില്ലാത്തവനായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം നിമിത്തം മരണത്തിലേക്ക് നയിക്കപ്പെട്ടു. മരിച്ചവരും ആ മരണം നീങ്ങി എഴുന്നേറ്റ് വരുന്നൊരു ദിവസം, പിന്നെ മരണം ഇല്ലാത്ത ഒരു സ്ഥിതി, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരും. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലാണ് സംഭവിക്കുന്നത് എന്ന് നാം പറയുന്നത്. അടുത്ത കാര്യം നാം പരിശോധിച്ചു വന്നത് മനുഷ്യനെ ദൈവം ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. മനുഷ്യനെ അനുഗ്രഹിച്ച ആദിമ മനുഷ്യനെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്റെ മേലും വാഴുവി എന്ന് കൽപ്പിച്ചു. ആ അധികാരത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരുന്നൊരു ദിവസം ഉണ്ടാവും എന്നതിനെ സംബന്ധിച്ച് നാം പറയുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് ആദ്യ ഭാഗമാണ് നാം പരിശോധിച്ചത്. ആ ഉദ്ദേശ നിവർത്തിക്കായി ഇപ്പോൾ ആത്മാവാണ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിന്റെ എല്ലാ പൂർണ്ണ അളവിലേക്കും നാം കടന്നിട്ടില്ല. എന്നാൽ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട ആളുകൾക്ക് ആത്മമണ്ഡലത്തിൽ അധികാരം ഏറ്റെടുത്ത് പിശാചിന്റെ മേൽ, പാതാള ശക്തിയുടെ മേൽ, ഭൂതാത്മാക്കളുടെ മേൽ അധികാരം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആ അധികാരത്തിൽ ദൈവത്തിന്റെ ജനം ജീവിക്കേണ്ടതാണ്. എല്ലാവർക്കും ആ കാര്യം അറിയില്ല, അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഒത്തിരി പേര് പോയിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു ആത്മമണ്ഡലത്തിലാണ് നാം ജീവിക്കേണ്ടത് എന്ന കാര്യവും നാം പറയുകയുണ്ടായി. ഇന്ന് അക്ഷരാർത്ഥത്തിൽ
അങ്ങനെ ഒരു ഭരണത്തിലേക്കും ആധിപത്യത്തിലേക്കും മനുഷ്യൻ ഇനി കടക്കാൻ പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വചനത്തിൽ നിന്ന് ഒന്ന് പരിശോധിക്കുകയാണ്. അത് ഈ വീണ്ടെടുപ്പിന്റെ പൂർണ്ണമായ ഒരു അനുഭവമാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനമായി നമ്മൾ കണ്ട ഒരു ഭാഗം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ പ്രകീർത്തിച്ച് ഭാവിയിൽ ഒരു ദിവസം സ്വർഗത്തിൽ പാടാൻ പോകുന്ന പാട്ട് നാം കേട്ടു. ഒന്നുകൂടെ ഞാനത് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ, കുഞ്ഞാട് വന്ന് ഒരു പുസ്തകം ദൈവത്തിന്റെ പക്കൽ നിന്ന് യേശു വന്ന് വാങ്ങിയപ്പോ, കുഞ്ഞാട് പറഞ്ഞ യേശു വാങ്ങുമ്പോൾ സ്വർഗജീവികൾ അവിടുത്തെ മുമ്പാകെ കുമ്പിട്ട് വണങ്ങി നമസ്കരിച്ച് പാടുന്ന പാട്ട്. കുഞ്ഞാടിനോട് പറയാണ്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവർ പറഞ്ഞ വീണ്ടെടുപ്പിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അത് ഇപ്പോഴത്തെ വർത്തമാനകാല അനുഭവം. ദൈവത്തിന്റെ അടുക്കൽ അടുത്തു വരുവാനുള്ള അവകാശത്തോടെ അധികാരത്തോടെ ദൈവം മനുഷ്യരെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഭൂമിയിൽ വാഴും, അവർ ഭൂമിയിൽ വാഴുന്നു. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്രസന്റ് ആണ്. ഞങ്ങൾ ഭൂമിയിൽ വാഴും എന്നാണ് വാസ്തവത്തിൽ അതിന്റെ അർത്ഥം. പുതിയ പാട്ട്. അങ്ങനെ ഭൂമിയിൽ വാഴുന്ന ഒരു അനുഭവം ഉണ്ടാവും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ആ സംഭവം ശരീരത്തിന്റെ വീണ്ടെടുപ്പോടെയാണ് സംഭവിക്കുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കാതെ ആ മണ്ഡലത്തിലേക്ക് പോകുന്നതായി വചനം പറയുന്നില്ല. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന്, എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നും വചനത്തിലൂടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അതായത് ഭാവി, ഇപ്പോഴല്ല, ഇനി ഒരു ദിവസം യേശുക്രിസ്തു ആകാശമേഘത്തിൽ വരും എന്ന് മാത്രമല്ല, ഭൂമിയിൽ നിന്ന് അവിടുന്ന് എടുക്കപ്പെട്ടു, അതുപോലെ തന്നെ അവിടുന്ന് ഭൂമിയിലേക്ക് മടങ്ങി വരും. എവിടെ നിന്ന് പോയോ അവിടേക്ക് തന്നെ മടങ്ങി വരും. അവിടുത്തെ പോകുന്നവനായ ആളുകൾ കണ്ടതുപോലെ തന്നെ ആളുകൾ കാണത്തക്കവണ്ണം അവിടുന്ന് മടങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് സ്വർഗദൂതന്മാർ യേശു സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്ന് മാത്രമല്ല, സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10 മുതൽ 13-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങളിൽ ആ മടങ്ങി വരവിന്റെ സമയത്ത് ആളുകൾ അവിടുത്തെ കാണുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുന്നു. സക്കറിയ 14-ാം അധ്യായത്തിൽ അവിടുന്ന് പോയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ മടങ്ങി വരുന്ന ആ വരവിന്റെ സമയം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുള്ളത്. അത് യേശു ഭൂമിയിലേക്ക് വരുന്ന ആ സംഭവം 20-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. അത് അവിടുന്ന് ഭൂമിയിൽ വരുന്നത് ദൈവരാജ്യം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഭരണമുള്ളതുപോലെ ദൈവത്തിന്റെ ഒരു രാജ്യം, ദൈവം അക്ഷരാർത്ഥത്തിൽ ഭരിക്കുന്ന ഒരു രാജ്യം, ആളുകൾ അറിയത്തക്കവണ്ണം ഭരിക്കുന്ന, വെളിപ്പെട്ടിട്ടുള്ള ഒരു രാജ്യം, അന്ന് വെളിപ്പെടുന്ന ഒരു രാജ്യം. അപ്പൊ ആ രാജ്യഭാരത്തിന് വേണ്ടി വരുമ്പോ ഉണ്ടാകുന്ന സംഭവമാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വേദഭാഗം പരിശോധിച്ചാൽ ഈ പാഠം അവിടെ വിശദീകരിച്ചിരിക്കുന്നത് കാണാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു.
യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഈ ഭാഗത്ത് ഈ ഭരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രത്യേക ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം. നോക്കൂ, ന്യായവിധിയുടെ അധികാരം. 4-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. 6-ാം വാക്യം, അവർ അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ ജനം ഭൂമിയിൽ വാഴുന്ന ഒരു വാഴ്ചയെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിലുള്ള ഒരു വാഴ്ച. എപ്പോഴാണ് സംഭവം എന്ന് ഒന്നുകൂടെ നോക്കിക്കോളൂ. യേശു ഇറങ്ങി വന്ന ശേഷം അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യം നോക്കിക്കോളൂ. 4-ാം വാക്യം, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും എന്ന് പറയുന്നത് മഹോപദ്രവ കാലത്തുള്ള ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയെ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും തന്റെ ഭരണത്തിലെ നിയമം അനുസരിച്ച് നെറ്റിയിലും കൈമേലും മുദ്ര കൈക്കൊള്ളവർക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് കൈക്കൊള്ളാതെ മരിച്ച ആളുകൾ, അവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ജീവിച്ചു. മരിച്ച മനുഷ്യർ അടക്കപ്പെട്ടവരാണ്, അവർ ജീവിച്ചു. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. 6-ാമത്തെ വാക്യം, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകും. അപ്പൊ അങ്ങനെ ഭാഗ്യവാന്മാരായ വിശുദ്ധന്മാരായ ആളുകളുടെ പുനരുത്ഥാനം നടന്നു കഴിയുമ്പോൾ, അതേപോലെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ആ പുത്രത്വം അത് പ്രാപിച്ചു കഴിയുമ്പോഴാണ് ഈ സംഭവം. അവർ ഇവിടെ വായിക്കുന്നത് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു ഭൂമിയിൽ. വീണ്ടും അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. അങ്ങനെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു ഭരണം ലോകത്തിൽ ഉണ്ടാവും. ക്രിസ്തു യേശു ഭരിക്കാൻ വരും. ക്രിസ്തു യേശു ലോകത്തിൽ ഭരിക്കുന്നതിനെ സംബന്ധിച്ച് ദർശനങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ദാനിയേൽ പ്രവാചകന് ലോകഭാവി എന്തായിത്തീരും എന്ന് വിശദമായ ദർശനം ദൈവം കൊടുത്തു. ദാനിയേൽ പ്രവാചകൻ ആ ദർശനം കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാർത്തിരുന്ന രാജ്യത്തിലെ രാജാവിന് ഒരു ദർശനം കൊടുത്തു, സ്വപ്നം കൊടുത്തു. ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തത് ദാനിയേലാണ്. ലോകത്തിന്റെ അന്തം എന്താകും, ലോകത്തിന്റെ ഭാവി എന്താകും, ലോക ഭരണത്തിന്റെ അന്തം എന്താകും എന്നാണ് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട്. ആ വെളിപ്പാടിൽ വ്യാഖ്യാനിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം ദർശനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ദാനിയേൽ 2-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ദൈവം ഈ രാജാക്കന്മാരുടെ കാലത്ത്, അതായത് നേരത്തെ ഉള്ള രാജാക്കന്മാരുടെ കാര്യമൊക്കെ പറയുകയാണ്. അതുപോലെ സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. അത് പിന്നെ വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. എങ്ങനെയാണ് ആ രാജ്യം സ്ഥാപിക്കുന്നതെന്ന്
7-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ രാജ്യം സ്ഥാപിക്കുന്നത്? 7-ാം അധ്യായം 14 വാക്യങ്ങൾ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രന്റെ സദസ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. അപ്പൊ അതെങ്ങനെയാ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ രാജ്യത്വം ദൈവം ഏറ്റെടുക്കുന്നത്? ദൈവം എല്ലാത്തിനും ഇത് ഭരണാധികാരിയാണ്. പക്ഷെ ഇത് അക്ഷരാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളെ രാജാക്കന്മാരെ ഭരണാധികാരികളെ നീക്കിയിട്ട് ഭരണം ഏറ്റെടുക്കുന്ന കാര്യമാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് നിലവിൽ അവിടെ കണ്ട സ്വപ്നത്തിൽ കണ്ട ആ ബിംബം അത് ലോകരാജ്യങ്ങളെ ചൂണ്ടിക്കാണിക്കും. അടിച്ചു, അത് അടിച്ച് തകർത്ത് തവിട്ട് പൊടിയാക്കി കാറ്റത്ത് പറത്തിക്കളഞ്ഞിട്ട് ഈ കല്ല് ഇതിന്റെ പാദത്തിൽ വന്ന് അടിച്ച കല്ലൊരു മഹാപർവ്വതമായി തീർന്നു ഭൂമിയിൽ ഒക്കെ നിറഞ്ഞു എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത നിത്യരാജ്യം സ്ഥാപിക്കും. അതിന്റെ കൂടുതൽ വിശദീകരണമാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. നോക്കൂ, 7-ാം അധ്യായത്തിൽ ആദ്യം കാണുന്ന സ്വർഗസ്ഥനായ ദൈവം മഹത്വമുള്ള ഒരു സിംഹാസനത്തിലിരിക്കുന്നതാണ്. ഒരു അഗ്നിജ്വാലയ്ക്കുള്ള ഒരു സിംഹാസനം. ആ സിംഹാസനത്തിന്റെ ഇരിക്കുന്നതിന്റെ അടുക്കൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. സാധാരണ മനുഷ്യർക്ക് ആകാശമേഘങ്ങളോട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ മനുഷ്യപുത്രൻ എന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മശിഹൈക നാമമാണ്. യേശു ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യപുത്രൻ നാമം അവിടുന്ന് ഉപയോഗിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞത് ഇത് അവിടുത്തെ മശിഹൈക നാമമാണ്. ഈ മനുഷ്യപുത്രനോട് സദൃശ്യനവൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അങ്ങനെ പറയുന്നത്, അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്ന് ജഡമെടുത്ത് വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ അവിടുന്ന് പോയതുപോലെ ആകാശ മേഘങ്ങളോടെ വരുമ്പോൾ ആ വരവെങ്കിൽ മുഴുവൻ ലോകത്തിന്റെയും ആധിപത്യം അവർ ഏറ്റെടുക്കുകയാണ്. ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവർ അവനെ വയോധികന്റെ അടുക്കൽ അടുത്തു വരുമാറാക്കി. സകല ജാതികളും ഭാഷക്കാരും ഗോത്രക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തു ലോക ഭരണങ്ങളെ നീക്കിയിട്ട് ആ ആധിപത്യം ഏറ്റെടുക്കും. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഭരണം ലോകത്തിൽ ഉണ്ടാവും. ഭൂമിയിലെ അക്ഷരാർത്ഥത്തിലുള്ള ഭരണം 1000 ആണ്ടായിരിക്കും എന്നാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും നമ്മൾ വായിച്ചു. അങ്ങനെ വരുമ്പോ അതിനോട് കൂടെ സംഭവിക്കുന്ന കാര്യം 7-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യങ്ങളിലേക്ക് പോകണം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. രാജ്യത്വം ഏറ്റെടുത്തിട്ട് അവിടെ പറഞ്ഞു നോക്കൂ, ഇത് അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ഈ ആധിപത്യം, ഭൂമിയുടെ ഭരണം, അവിടുത്തെ ആധിപത്യത്തിന്റെ കീഴിൽ ഈ ഭരണം അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് കൊടുക്കും. അങ്ങനെ എന്ത് അധികാരത്തോടെ മനുഷ്യനെ ഉണ്ടാക്കിയോ ആ അധികാരത്തിലേക്ക് മനുഷ്യൻ തിരികെ പ്രവേശിക്കും. ഈ ഉയർപ്പിന് ശേഷം, ഒന്നാമത്തെ പുനരുദ്ധാനത്തിന് ശേഷം, വിശുദ്ധന്മാരുടെ പുനരുദ്ധാനത്തിന് ശേഷം അങ്ങനെ ഒരു ഉയർപ്പുണ്ടാകും. ആ ഉയർപ്പോടുകൂടെ ഭരണം അവർക്ക് ഏൽപ്പിക്കപ്പെടും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതെങ്ങനെയാണ് കിട്ടുന്നത്? ആർക്കാണ് കിട്ടുന്നത്?
എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകുന്നത് എന്നിത്യാദി കാര്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ഉപമാതര രീതിയിലുള്ള പ്രഖ്യാപനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ഈ രാജ്യ വിഭജനം നടത്തുന്നത് എങ്ങനെയാണ്, അധികാര വിഭജനം നടത്തുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് ഈ കാര്യം വളരെ വ്യക്തമായി കർത്താവായ യേശു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ചാൽ ദൂരദേശത്തേക്ക് യാത്ര പോയി. ഉപമാ രീതിയിൽ പറയുകയാണ്. അവൻ 10 ദാസന്മാരെ വിളിച്ചവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. വലിയ പണക്കാരൻ, ഞാൻ ദൂരദേശത്ത് ഞാൻ വരുമ്പോൾ വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവിടുത്തെ യാത്രയെ സംബന്ധിച്ചും മടങ്ങിവരവിനെ സംബന്ധിച്ചും വിശദീകരിക്കുന്ന ഒരു ഉപമയാണ് ഈ ഉപമ. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കും, ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. പക്ഷെ അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ 15 മുതലുള്ള വാക്യം. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു എന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. വരുമ്പോ സംഭവിക്കുന്ന കാര്യം ഇവിടെ പറയുകയാണ്. വചനം വളരെ വ്യക്തമായി പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ അങ്ങനെ പറയുന്നു. റോമാലേഖനം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നാം എല്ലാവരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു, ഏത് തരത്തിലാണ് നമ്മുടെ സമയം ചെലവഴിച്ചത്, ജീവിതം ചെലവഴിച്ചത്, പണം ചെലവഴിച്ചത്, കഴിവുകൾ ചെലവഴിച്ചത് എന്നിത്യാദി സകല കാര്യങ്ങൾക്കും മനുഷ്യർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇവിടെ അതിന് ഉപമാ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ആളുകളുടെ പക്കൽ 10 റാത്തൽ വെള്ളി കൊടുത്തു. അവരുടെ തൂക്കം പറയാം. ഓരോരുത്തർക്കും ഓരോ റാത്തലാണ് കൊടുത്തത്. എന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങൾ പോയി വ്യാപാരം ചെയ്തു. ദീർഘകാലം കഴിഞ്ഞ് മടങ്ങി വന്നു. മടങ്ങി വരില്ല എന്ന് ധരിച്ച കുറെ ആളുകളുണ്ട്. നിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അവിടുന്ന് മടങ്ങി വരും. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കർത്താവായ യേശു മടങ്ങി വരും. സമയം നമുക്കറിയത്തില്ല, കാലം നമുക്കറിയത്തില്ല. അങ്ങനെ അനിശ്ചിതമായ ഒരു കാലമാണ് ഈ ഇടക്കാലം. പക്ഷെ അവിടുന്ന് വരും എന്നുള്ളത് ഉറപ്പായ ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ മടങ്ങി വരുമ്പോ സംഭവിക്കുന്ന കാര്യം പറയുകയാണ്. എല്ലാരെയും കണക്ക് കൊടുക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ വിളിച്ചപ്പോ ഓരോരുത്തരെ വിളിച്ചപ്പോ ഒരുത്തൻ വന്ന് പറയുകയാണ്, യജമാനെ, കർത്താവേ, നീ എന്റെ പക്കൽ 1 റാത്തൽ തന്നു. ഞാൻ പോയി വ്യാപാരം ചെയ്ത് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. അവനോട് യജമാനൻ പറയുന്ന മറുപടി, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കും. അപ്പൊ യേശുവിന്റെ ഭരണത്തിലാണ്. അപ്പൊ ഈ മനുഷ്യന് 10 പട്ടണത്തിന്റെ അധികാരി. അതിൽ ഭരണത്തിന്റെ ആധിപത്യം പറയാൻ ഒരു പക്ഷേ അയാളൊരു സ്റ്റേറ്റിന്റെ ഗവർണർ ആയിരിക്കാം, അമേരിക്കൻ ഭാഷയിൽ. വേറൊരുത്തൻ പറഞ്ഞു, ഞാന് 18-ാം വാക്യം, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തമായി, നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. അപ്പൊ അവനോട് 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്കാം. അപ്പോ അവൻ 10 നേടിയവനോട് 10 പട്ടണത്തിന് മേൽവിചാരകനായിരിക്കാം, അല്ലെങ്കിൽ അധിപതിയായിരിക്കാം.
5 നേടിയവനോട് 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്കുക എന്ന് പറഞ്ഞു. വേറെ മൂന്നാമതെടുത്തു. മൂന്നാമത്തെ ആൾ വന്നപ്പോ അദ്ദേഹം പറയുന്നത്, കർത്താവേ, യജമാനെ, ഇതാ നിന്റെ റാത്ത്. ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു. കാരണം നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് പോവുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് നീ വളരെ കർശനക്കാരനാണ്. ഞാൻ ബിസിനസ് ചെയ്ത് തോറ്റുപോയി, പണം നഷ്ടപ്പെട്ടു പോയാൽ നീ എന്നെ വെറുതെ വിടില്ല. അതുകൊണ്ട് ഞാൻ പേടിച്ച് നിന്റെ ഈ റാത്തൽ പണം ഞാൻ ഒന്നിനും ഉപയോഗിക്കാതെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇതാ നിന്റെ എടുത്തുകൊള്ളുക. 22-ാം വാക്യം. അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊണ്ടത് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത്. എന്റെ പണത്തിന് എനിക്ക് കുറഞ്ഞ പക്ഷം പലിശയെങ്കിലും കിട്ടിയത്. ഇത് ബിസിനസ് ചെയ്യാനുള്ളതാണ്, പക്ഷെ അതിന് പലിശയെങ്കിലും കിട്ടിയേ പറ്റൂ. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചാണ് അവന് വരാനുള്ള രാജ്യത്തിൽ ഭരണം, ആധിപത്യം എന്നിവ ലഭിക്കുന്നത് എന്നാണ് കർത്താവ് യേശു ക്രിസ്തു അവിടുത്തെ വചനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം ദൈവത്തിന്റെ മാനദണ്ഡം പറയും. റോമാലേഖനം 2-ാം അധ്യായം 6-ാം വാക്യവും ആ മാനദണ്ഡം വിശദീകരിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. നമുക്ക് ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. ഭൂമിയിൽ ഒരു ആയുസ് കിട്ടിയില്ലേ? ആ ആയുസ് എങ്ങനെ വിനിയോഗിച്ചുവോ അതിന്റെ വെളിച്ചത്തിലാണ് വരാനുള്ള ലോകത്തിലെ, അതായത് പുനരുത്ഥാന ശേഷമുള്ള ആ ലോകത്തിലെ അല്ലെങ്കിൽ നിത്യമായ രാജ്യത്തിലെ മനുഷ്യന്റെ അധികാരവും മനുഷ്യന് കിട്ടാനുള്ള എല്ലാം ഇതിന്റെ വെളിച്ചത്തിലാണ്. അല്ലാതെ അത് ദാനമല്ല, അത് ഔദാര്യമല്ല. നോക്കൂ, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. ദാനിയേലിനോട് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അവസാനം ദൈവം ദാനിയേലിന്റെ യാത്ര പറഞ്ഞു വിടുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും എന്നാണ് പറഞ്ഞത്. നിന്റെ ഓഹരി ലഭിപ്പാൻ. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ദൈവത്തിന്റെ പൊതു നിയമം. റോമർ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. റോമർ 2:6. അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. 11-ാം വാക്യം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. നോക്കൂ, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. അപ്പൊ നീതിപൂർവമായ കൃത്യമായ ഒരു വിധിയാണെന്നുണ്ടാവുന്നത്. അതിനനുസരിച്ചാണ് പ്രതിഫലം കൊടുക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ദൈവം നൽകിയ കഴിവുകൾ എങ്ങനെ വിനിയോഗിച്ചുവോ അതിന്റെ വെളിച്ചത്തിൽ വരാനുള്ള ലോകത്തിൽ ഭരണത്തിന്റെ അതിരുകൾ ദൈവം നിർണ്ണയിക്കും. ദൈവം നൽകിയ കഴിവുകൾ ദൈവം തന്നാണെല്ലാം നമ്മുടേത്. നമ്മുടെ ആയുസ് ദൈവം തന്നാണ്. ശ്വസിക്കുന്ന പ്രാണവായു ദൈവത്തിൻ്റെതാണ്. കുടിക്കുന്ന വെള്ളം ദൈവത്തിൻ്റെതാണ്. സൂര്യപ്രകാശം ദൈവത്തിൻ്റെതാണ്. ആരോഗ്യം ദൈവത്തിൻ്റെതാണ്. വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവ് തന്നത് ദൈവമാണ്. ജോലി ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ കിട്ടിയതാണ്. മക്കൾ ദൈവത്തിൻ്റെതാണ്. എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം തരാത്തൊന്നുമില്ല. നിങ്ങൾക്ക് പ്രത്യേക സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ആ സ്കിൽസ് എല്ലാം ദൈവം തന്നതാണ്. ഓരോരുത്തർക്കും ഓരോ തരം സ്കിൽസാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി തന്നതാണ് എന്ന ആളുകൾ ധരിച്ചിരിക്കുന്നെങ്കിൽ മിക്കവരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഇതെല്ലാം തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ
സാധാരണ ബിസിനസ്സിന് ഏൽപ്പിച്ചു തന്നാൽ മുതലും ലാഭവും മുതലാളിക്ക് പോകണ്ടേ? ബിസിനസ് നടത്തുന്നവന് തന്റെ ചെലവെടുക്കാം, ശമ്പളം എടുക്കാം, ഇതൊക്കെ എടുക്കാം എന്നല്ലാതെ മുതലും ലാഭവും തിന്നാൻ അനുവാദമില്ലല്ലോ, തനിക്കാക്കിയെടുക്കാൻ അധികാരമില്ലല്ലോ. എന്നാൽ ഭൂമിയിലെ നല്ലൊരു ഭാഗം ക്രിസ്ത്യാനികളും വിശ്വാസികളും തങ്ങളുടെ കാര്യം കാണാൻ വേണ്ടി ദൈവം തന്ന കഴിവുകളെല്ലാം വിനിയോഗിക്കും. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിന് കൊടുക്കുന്നതായി ദൈവം കണക്കാക്കുന്ന പാവപ്പെട്ടവർക്ക് ചെലവാക്കാനായി അവരുടെ പക്കൽ പണമില്ല, സമയമില്ല, എല്ലാവരും തിരക്കിലാണ്. അപ്പൊ ഉപയോഗിച്ച് സമയത്തിന് കണക്ക് കൊടുക്കണം, ജീവിച്ച ജീവിതത്തിന് കണക്ക് കൊടുക്കണം, പറഞ്ഞ വാക്കുകൾ കണക്ക് കൊടുക്കണം, ചെയ്ത പ്രവൃത്തിക്ക് കണക്ക് കൊടുക്കണം, പണം ചെലവഴിച്ചതിന് കണക്ക് കൊടുക്കണം, എല്ലാത്തിനും കണക്ക് കൊടുക്കണം. അങ്ങനെ കണക്ക് കൊടുക്കുമ്പോ ദൈവത്തിന് വേണ്ടി ചെയ്തത്, ദൈവം അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിന് പ്രതിഫലം ഉണ്ടാവും. അതിന്റെ വെളിച്ചത്തിൽ അവിടെ ഭരണം ഉണ്ടാവും. അല്ല, ചുമ്മാതിരുന്നവർക്ക്, തന്റെ കാര്യം നോക്കി നടന്നവർക്ക് അവിടെ രാജ്യഭാരം ഉണ്ടാവും എന്ന് പറയുന്നില്ല. അപ്പൊ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവിടെ ഗവർണേഴ്സ് കണ്ടേക്കാം, അവിടെ സിറ്റി ചീഫ് കണ്ടേക്കാം, മേയർ കണ്ടേക്കാം, ഇങ്ങനെ ഓരോ തരത്തിലാണ് അവിടെ ആളുകൾ ഉണ്ടാവുന്നത് ദൈവത്തിന്റെ ആ രാജ്യത്ത്. അപ്പൊ അങ്ങനെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു ഭരണമാണ് വാസ്തവത്തിൽ അന്ന് സംഭവിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ ജയിക്കുന്ന വർഗത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അന്നത്തെ ടൈറ്റിൽ, അവരുടെ സ്ഥാനപ്പേര് എന്ന് പറയുന്നത് തന്നെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഇനി രാത്രി ഉണ്ടാകെ 22-5. ഇനി രാത്രി ഉണ്ടാകയില്ല, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അതാണ് അവർക്കുണ്ടാവുന്ന ടൈറ്റിൽ. എന്നേക്കും അവർ രാജാക്കന്മാരായിരിക്കും. ഇവർക്ക് സ്വർഗജീവികളിൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം വിശ്വാസികളുടെ പ്രതിനിധികളെ കാണുകയാണ് 24 മൂപ്പന്മാരായിട്ട്. അവിടെ കാണുമ്പോ രാജാക്കന്മാർക്കുള്ളതുപോലെ ഇവർക്ക് സിംഹാസനം. വെളിപ്പാട് 4-ാം അധ്യായത്തിന് 4-ാം വാക്യം. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അപ്പോൾ സിംഹാസനമുണ്ട്. അടുത്ത ഭാഗം സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനം ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. അവരുടെ തലയിൽ പൊന്നുകൊണ്ടുള്ള കിരീടം. അപ്പൊ രാജാക്കന്മാരാണ് എന്ന കിരീടം അവർക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, ഭരിക്കാനുള്ള രാജദണ്ണ് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയിക്കും. ഇരുമ്പുകോൽ കൊണ്ടവരെ മേയിക്കും. അപ്പൊ ഭരണത്തിനുള്ള ദണ്ണ്, പണ്ടത്തെ രാജാക്കന്മാർക്കുണ്ടായിരുന്ന സിംഹാസനം, കിരീടം, ദണ്ണ്, ഇവയെല്ലാം ഉള്ള ഒരു കൂട്ടരായിട്ട് അവർ വാഴും എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ നമുക്ക് ഭാവിയിൽ ഉണ്ടാകേണ്ട, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വകരമായ അനുഭവത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. കേവലം ആളുകൾ പലരും ധരിക്കുന്ന പോലെ സ്വർഗത്തിൽ പോയി പാട്ടും പാടി ഇങ്ങനെ നിത്യം യേശു ഇങ്ങനെ നടുക്കിരിക്കും, നമ്മളെല്ലാവരും ചുറ്റും ഇരുന്ന് പാട്ടും പാടി ഇങ്ങനെ ഇരിക്കും എന്നാണ് കുറെ ആളുകളുടെ ധാരണ. എന്നാൽ അവിടുത്തെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ നിലയിൽ ഉയർത്തപ്പെടേണ്ടവരാണ് ദൈവത്തിന്റെ ജനം. പക്ഷെ അന്ന് അവിടെ എന്ത് കിട്ടുമെന്നുള്ളത് നിർണയിക്കുന്നത് ഇന്നത്തെ ജീവിതമാണ്. ഇന്നെങ്ങനെ ജീവിക്കുമോ, ഇന്നെങ്ങനെ കാലം ചെലവഴിക്കുമോ, പണം ചെലവഴിക്കുമോ, കഴിവുകൾ വിനിയോഗിക്കും എന്നതിന്റെ വെളിച്ചത്തിൽ അന്ന് മനുഷ്യന് അവന്റെ, ഞാൻ പറഞ്ഞില്ലേ, രാജ അധികാരത്തിന്റെ അതിരുകളും പരിധികളും നിർണയിക്കും.
അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് വേഗം ഒന്ന് തിരിച്ചു പോയി അവിടെ പറയുന്ന അല്പം കാര്യം കൂടെ പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അപ്പൊ അവിടെ ന്യായാസനങ്ങളെ കണ്ടു, ജഡ്ജ്മെന്റ് സീറ്റ്സ്. ന്യായാധിപന്മാരായിട്ടിരിക്കും ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ട്. അതിൽ ഇരിക്കുന്ന ആളുകൾക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അവർ ജഡ്ജിമാരായിട്ട് അവിടെ ഇരിക്കും. അത് വലിയ അധികാരമാണ്. എന്നിട്ട് അവർ ന്യായവിധി നടന്നു. ആരുടെ പേരാണ് അവർ ന്യായവിധി നടത്തുന്നത്? 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ ന്യായം വിധിക്കുന്നത് വിശുദ്ധന്മാരാണ്. ലോകത്തിലെ മനുഷ്യരെ ഭരിക്കുകയും വിധിക്കുകയും ചെയ്യുവാൻ ദൈവം ഇവരെ അധികാരം കൊടുത്താക്കും. അതും ഇതെല്ലാം പ്രവർത്തിച്ചവരവരുടെ ഭൂമിയിലെ ജീവിതത്തിന്റെ പ്രവൃത്തിയുടെ വെളിച്ചം. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ ദൂതന്മാരെയും ഈ വിശുദ്ധ ജനം വിധിക്കും. ദൂതന്മാരെ വിധിക്കും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദൂതന്മാരെ ആരും വിധിക്കില്ല. അതിന്റെ ആവശ്യമില്ല. പാപം ചെയ്തു പോയ ദൂതന്മാർ ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉപദ്രവം ചെയ്ത് നിരന്തരമായി തടസ്സങ്ങൾ ഉണ്ടാക്കി, പോരാട്ടങ്ങൾ ഉണ്ടാക്കി, നമ്മെ തോപ്പിക്കാൻ സകല പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭൂതാത്മാക്കളെ, ഈ അശുദ്ധ ദൂതന്മാരെ ന്യായം വിധിക്കാനുള്ള അധികാരം ദൈവം തന്റെ ജനത്തിന് കൊടുക്കും. പാതാളത്തിൽ ഒരു കൂട്ടത്തെ പൂട്ടിയിട്ടിട്ടുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിന് 4-ാം വാക്യം പറയുന്നത് പോലെ, യൂദാ 6-ാം വാക്യം പറയുന്നത് പോലെ, എല്ലാവരെയും സ്വതന്ത്രമായി പാപം ചെയ്യിക്കാൻ വേണ്ടി ഭൂതാത്മാക്കളെ എല്ലാം അഴിച്ചു വിട്ടിട്ടില്ല. കുറെ പേരെ പിടിച്ച് പാതാളത്തിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. അത് ന്യായവിധിയുടെ ദിവസത്തിന് വേണ്ടിയാണ് അവരെ പൂട്ടിയിട്ടിരിക്കുന്നത്. അവരെ കൊണ്ടുവന്ന് വിശുദ്ധന്മാർ ദൂതന്മാരെ ന്യായം വിധിക്കും. എന്തോ ഒരു വലിയ ഒരു മഹത്വമാണ്, മഹത്വകരമായ അനുഭവത്തിലേക്കാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മെ കൊണ്ടുവരുന്നത്. എല്ലാം തകർന്നുപോയി, സകലവും കൈവിട്ടുപോയി. ശരീരത്തിലെ ജീവൻ ഉൾപ്പെടെ, ആരോഗ്യം ഉൾപ്പെടെ സകലവും കൈവിട്ടുപോയ മനുഷ്യനെ യേശുക്രിസ്തുവിനെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ, പ്രായശ്ചിത്ത മരണത്താൽ, മരിച്ചവന്ന് ഉയർത്തെഴുന്നേൽപ്പിനാൽ സകലവും മടക്കിക്കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ് സത്യസുവിശേഷം. ഇതാണ് വചനം. ഇതാണ് മനുഷ്യൻ അറിയേണ്ട സന്ദേശം. മനുഷ്യൻ നിരാശയോടെ ജീവിക്കേണ്ടവനല്ല, തകർന്നവനായി ജീവിക്കേണ്ടതല്ല. ഇവിടെ ജീവിക്കുമ്പോ തന്നെ നഷ്ടപ്പെട്ടു പോവയെ മടക്കിയെടുത്ത് ആത്മീക മണ്ഡലത്തിലേക്കും അധികാരത്തിലേക്കും മടങ്ങി വരികയും ഭാവിയിൽ ഒരു ദിവസം വലിയ മഹത്വകരമായ അക്ഷരാർത്ഥത്തിലുള്ള ഭരണത്തിലേക്ക് പോലും മനുഷ്യൻ തിരിച്ചു പോകുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വഴിയൊരുക്കിയിരിക്കുന്നു. വീണ്ടെടുപ്പ് നിവൃത്തിയായി എന്ന് യേശു അന്ന് വിളിച്ചു പറഞ്ഞപ്പോ, ക്രൂശിൽ കിടന്നുകൊണ്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോ, ഇത് മുഴുവൻ അർത്ഥമാക്കിയ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു അവിടെ നടത്തിയത്. ക്രൂശിന്റെ ശക്തി ആർക്കറിയാം? അക്ഷരാർത്ഥത്തിലുള്ള ക്രൂശ് അല്ലേ ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ ഈ വിളി കേട്ട് ക്രിസ്തുവിന്റെ പുറകെ പോകാൻ തയ്യാറാകണ്ടേ? ഈ സത്യം മനുഷ്യൻ അറിയണ്ടേ? ആളുകൾ പൊതുവെ കാണുന്നത് അങ്ങനെയൊക്കെ യേശുവിന്റെ കൂടെ പോയാൽ കുറെ പേര് കളിയാക്കും, വീട്ടുകാർ പുച്ഛിക്കും, നാട്ടുകാർ പുച്ഛിക്കും, ചിലപ്പോ വീട്ടിൽ നിന്ന് പുറത്താവും, കഷ്ടമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, നാണക്കേടുണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ മനുഷ്യൻ കാണുന്നത്.
ഇതിനാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പാട് തരുന്നത്. ഇതെല്ലാം സത്യമായ ദൈവവചനമാണ്, ഇതെല്ലാം നിത്യമായ ദൈവവചനമാണ്. ദൈവത്തിന്റെ നിത്യ പദ്ധതികൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇത് കണ്ട് കേട്ട് അറിഞ്ഞ് വിശ്വസിച്ച് ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ ധൈര്യമായി ഇറങ്ങിപ്പോകാൻ. ലോകം നിങ്ങൾക്ക് എന്ത് തരും? അല്പ അംഗീകാരം തരുമില്ലേ? ലോകത്തിന്റെ അംഗീകാരം എത്ര നേരം നിൽക്കും? ലോകത്തിലെ സ്നേഹം നിലനിൽക്കുന്നതാണോ? മായയല്ലേ, മായയല്ലേ. ഭൂമിയിലെ കുടുംബത്തിന്റെ സ്നേഹം പ്രധാനപ്പെട്ടതാണ് നിശ്ചയമായി. എന്നാൽ എല്ലാ കുടുംബത്തിലും എപ്പോഴും അങ്ങ് സ്നേഹമാണോ? ഇല്ലല്ലോ. എന്തെല്ലാം തകർച്ചകൾ കുടുംബത്തിലുണ്ട്. ഇനി പരമസ്നേഹമാണെങ്കിലും ശവക്കുഴി വരെ പരമാവധി എത്തുള്ളല്ലോ. കോവിഡ് വന്നപ്പോ ജീവനോടിരുന്നപ്പോഴും ആരും അടുത്തില്ലല്ലോ. നമ്മുടെ ലോകത്തെ വല്ലാത്ത പാഠം പഠിപ്പിച്ചില്ലേ നമ്മുടെ ഈ 2 വർഷം? ഹല്ലേലൂയ. യേശുവിന്റെ കൂടെയുള്ള യാത്ര ഇപ്പോഴതിന് മഹത്വമുണ്ട്. അതറിയാവുന്നവർക്ക് ആ സാന്നിധ്യത്തിന്റെ വലിപ്പം ശരീരത്തിൽ തിരിച്ചറിയുമ്പോഴും സാധിക്കും. ആ സാന്നിധ്യം ശരീരത്തിന് സുഖം നൽകുന്നതും ആരോഗ്യം നൽകുന്നതും. ഇനിയൊരു പക്ഷേ രോഗമാണെങ്കിൽ അതിന്റെ നടുവിലും ശക്തി പകർന്ന്, ധൈര്യം പകർന്ന്, പുഞ്ചിരിയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ പ്രാപ്തിപ്പെടുത്തുന്നതായ വലിയ കാര്യം. വരാനുള്ള മഹിമയോർത്താൽ വേദപുസ്തകം പറയുന്ന ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണത്തക്കവണ്ണം അത്ര തേജസ്സിന്റെ നിത്യഖനം. അതാണ് പറയുന്നത്, തേജസ്സിന്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. അങ്ങനെ വലിയ അധികാരത്തിലേക്കുള്ള വിളിയാണിത് എന്ന് ജനം അറിയണം. ആ കണ്ണുകൾ അതിനു വേണ്ടി പ്രകാശിക്കണം, ദൂരേക്ക് നോക്കണം. ഇത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ, അതായത് മരിച്ചതും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാണ് ഈ സംഭവം. എന്നാൽ അതോടുകൂടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ, ഒരു വാക്യം എടുത്തൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 11:6. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ഒടുവിലത്തെ ഭാഗം നമുക്ക്, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത അനുഗ്രഹം സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്റെ മേലും വാഴുവീൻ എന്ന് കൽപ്പന കൊടുത്താണ്. അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള നിവർത്തിയല്ലേ ഇവിടെ പറയുന്നത്. ഒരു ചെറിയ കുട്ടി, പുള്ളിപ്പുലി ആകട്ടെ, സിംഹമാകട്ടെ, ചെന്നായാകട്ടെ, എന്തായാലും വന്യമൃഗങ്ങളാകട്ടെ, അവയെ നടത്താൻ, അവയുടെ മേൽ ആധിപത്യമുള്ള അനുഭവത്തിലേക്ക് അന്ന് മടക്കി കൊണ്ടുവരും. അങ്ങനെ വീണ്ടെടുപ്പിന്റെ പരിപൂർണമായ അളവിലേക്ക് അന്ന് നാം കടക്കും, മനുഷ്യൻ കടക്കും, അതിന് തയ്യാറായവൻ കടക്കും. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം തന്റെ സ്വന്തം മരണമായി അംഗീകരിച്ച്, എനിക്കിനി പാപം വേണ്ട, എന്റെ പാപത്തിന്റെ ശിക്ഷ യേശു അനുഭവിച്ചു, അതുകൊണ്ട് എനിക്കിനി പാപത്തിന്റെ ശിക്ഷ വേണ്ട, എനിക്ക് യേശുവിന്റെ കൂടെ, ദൈവത്തിന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് അങ്ങനെ സമർപ്പിച്ച് പോയ ആളുകൾ, അവിടുത്തെ കൂടെ അങ്ങ് പോയ ആളുകൾ, അറ്റ് എനി കോസ്റ്റ്, അതിന്റെ വില എന്തായാലും, ക്രൂശെടുത്തുകൊണ്ടുള്ള യാത്രയാണത്. പക്ഷെ അത് വിലയുള്ളതാണ്, അത് മൂല്യമുള്ളതാണ്. അവർ ഈ അനുഭവത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ആത്മമണ്ഡലത്തിൽ ഇപ്പോഴേ ആ അനുഭവത്തിലാണ്.
അവരുടെ ആത്മാവിലത് അറിയാം. അവരുടെ ശരീരം അതിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ പൂർണ്ണ അളവിലേക്ക് ഇനി ഒരു ദിവസം പോകും എന്ന ഗ്യാരണ്ടിയും നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇനി ഈ വീണ്ടെടുപ്പിന്റെ മറ്റൊരു ഭാഗം കൂടി, അത് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തി. റോമർ 8:19 മുതൽ വായിക്കുന്നു. സൃഷ്ടി ദൈവത്തിനോട് വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കൂ എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നോക്കൂ, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? 23-ാം വാക്യം പറഞ്ഞത്, നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. ദൈവ മക്കളായി തീർന്നാൽ എന്താണ് അതിന്റെ നേട്ടമെന്ന് ലോകം പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ദിവസം, അതാണ് ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസം. ശരീരം മാറുന്ന ദിവസം, മഹത്വം ധരിക്കുന്ന ദിവസം, പ്രതിഫലം പ്രാപിക്കുന്ന ദിവസം, അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അധികാരത്തിലേക്കും ശക്തിയിലേക്കും പ്രവേശിക്കുന്ന ദിവസം, ന്യായവിധിയുടെ അധികാരം കിട്ടുന്ന ദിവസം. യേശുവിന്റെ പിന്നാലെ പോയാൽ എന്ത് എന്നതിന്റെ ഉത്തരം ലോകം കണ്ണുകൊണ്ട് കാണുന്ന ദിവസം, അതാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്റെ ദിവസം. ഇന്നവരെ ലോകത്തിനറിയില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഭയങ്കര ഭാഗ്യമാണ്, വലിയ പദവിയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് തിരിയില്ല. നിങ്ങൾ ദൈവ പൈതലാണെന്ന് പറഞ്ഞാൽ ആളുകൾ പുച്ഛിക്കുന്ന ഒരു വലിയ കൂട്ടം ലോകമുണ്ട്. പലതിനും കൂട്ടുകൂടാതെ, പല തിന്മയ്ക്കും പോകാതെ, അശുദ്ധിക്ക് തൊടാതെ, പാപം തൊടാതെ ജീവിക്കുന്ന ആ ജീവിതം കണ്ടിട്ട് മുഖത്തു നോക്കി പുച്ഛിച്ചില്ലെങ്കിലും അല്ലാതെ തന്നെ പുച്ഛിക്കുന്ന, ഉള്ളിൽ പുച്ഛിക്കുന്നവരുണ്ടാവും, മുഖത്ത് നോക്കി പരിഹസിക്കുന്നവരുണ്ടാവാം. ദൈവമക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ കളിയാക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവാം. നിങ്ങളുടെ വീട്ടുകാരുണ്ടാവാം, നിങ്ങളുടെ കൂടെ പഠിച്ചവരുണ്ടാവാം, കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകാം, മേലധികാരം ആരൊക്കെയോ ഉണ്ടായിരിക്കാം. അവർക്ക് നമ്മളെ അറിയില്ല. നമ്മളെ അറിയില്ല എന്ന് മാത്രമല്ല, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മുടെ അപ്പനെ അറിയില്ല. ദൈവ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയും. അപ്പന്റെ വലിപ്പം എത്രയാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ ആ മക്കളുടെ മഹത്വം അറിയൂ. അപ്പനെ അറിയാൻ മേലാത്തോണ്ട് നമ്മളെ അറിയത്തില്ല. എന്നാൽ അപ്പൻ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. താനായിരിക്കുന്നത് പോലെ അതേ മഹത്വത്തിൽ വരുന്ന ഒരു ദിവസം, തന്റെ പ്രഭാവത്തിൽ വരുന്ന ഒരു ദിവസം. അന്ന് നാം അവനോട് സദൃശ്യന്മാരാണ്. അങ്ങനെ നമ്മുടെ ആ സാദൃശ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആ ദിവസം ലോകം സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിന് തകർച്ച ഭവിച്ചത് മനുഷ്യന്റെ പാപം നിമിത്തമാണ്. ഭൂമി ശപിക്കപ്പെട്ടത് മനുഷ്യന്റെ പാപം നിമിത്തമാണ്. ജന്തുലോകം വന്യമായി തീർന്നത്, അവയുടെ സ്വഭാവം വന്യമായി തീർന്നത് മനുഷ്യന്റെ പാപം നിമിത്തമാണ്. പാപത്താലാണ് സകല തകർച്ചകളും ഉണ്ടായത്. ആ തകർച്ചയ്ക്ക് മുഴുവൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം പരിഹാരം പറ്റിയിരിക്കുന്നു. ഇപ്പോൾ അതെല്ലാം നടപ്പിലായി കാണുന്നില്ല. കാരണം മനുഷ്യപുത്രന്മാരുടെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടോടുകൂടെ അതിന്റെ പൂർണ്ണ അളവിൽ ഇത് ലോകത്തിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അന്ന് എന്താ സംഭവിക്കുന്നത്? ഭൂമിയുടെ
സകല കേടും മാറും, എല്ലാ ശാപവും നീങ്ങി. ആദ്യത്തെ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി 3:17-18 വാക്യങ്ങൾ. എന്നാൽ ഇനി എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. യെശയ്യാ 55-ന്റെ 13-ാമത്തെ വാക്യം. യെശയ്യാ 55-13. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായും ഇരിക്കും. നോക്കൂ, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാര ഇതിനകത്തുനിന്ന് മുളയ്ക്കും എന്ന് മനുഷ്യനെ ശപിച്ചേൽപ്പിച്ചെടുത്ത് ഇനി വരുന്നു ഒരു ദിവസം മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. അങ്ങനെ ശാപം ഭൂമിയുടേത് നീങ്ങി. 35-ാം അധ്യായം 6-7 വാക്യം വായിച്ചാൽ അവിടെ യാതൊരു വരൾച്ചയും ഇനി ഉണ്ടാവില്ല. ദൈവത്തിന്റെ ജനം ഭരിക്കുന്ന ആ കാലത്തെ കുറിച്ചാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശദീകരണമാണ് 35-ാം അധ്യായം മൊത്തം. അതിന്റെ 13-ാമത്തെ 6-7 വാക്യം. 6-7. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. സമർത്ഥമായൊരു കാലം. അന്ന് മരുഭൂമി ഉണ്ടാവില്ല, വരണ്ട സ്ഥലം ഉണ്ടാവില്ല. ദൈവമുണ്ടാക്കിയ ഭൂമിയുടെ ശാപമില്ലാത്ത അനുഭവത്തിലേക്ക് ഈ ഭൂമിയെ മടക്കിക്കൊണ്ടു പോകാനും യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വില കൊടുത്തിരിക്കുന്നു. ആമേൻ. ആത്മമണ്ഡലത്തിൽ ഒരു പരിധി വരെ ഇത് അനുഭവിക്കുന്ന മനുഷ്യരുണ്ടാവും. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇത് മുഴുവൻ മാറി. ഒരു വരൾച്ചയും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അന്നത്തെ കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം വിശദീകരിച്ചിരിക്കുന്നത് കൂടി ഒന്ന് നോക്കി നമുക്ക് നിർത്താം. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഇതൊന്നും ഒരിക്കൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഭൂമിയിൽ. കാരണം ഇവ തമ്മിൽ പൊരുത്തമില്ല, അന്യോന്യം ഒന്ന് വേറൊന്നിനെ കൊന്നിരുന്നാണ് പലതും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുകയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. 15-ൽ മനുഷ്യന്റെ പാപം നിമിത്തം ദൈവം പറഞ്ഞതാണ്, നിന്റെ നിമിത്തം നിനക്കും നിന്റെ സന്തതിക്കും, സർപ്പത്തിനും അതിന്റെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത്വം ഉണ്ടാക്കും. നീ അവന്റെ തല തകർക്കും, അവൻ നിന്റെ കുതികാൽ കടിക്കും. ഇങ്ങനെ അന്നു തുടങ്ങിയ ഈ ശത്രുത്വങ്ങളും അവസാനിക്കും ഒരു ദിവസം. അത് ദൈവജനത്തിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പോടെ സംഭവിക്കും. ദൈവജനത്തിന്റെ വീണ്ടെടുപ്പത് മഹത്വകരമായി ലോകത്തെ സ്വാധീനിക്കുന്ന, ലോകത്തിന് അതിന് ഇമ്പാക്ട് വരുത്തുന്ന അത്ഭുതകരമായ സത്യമാണ് എന്ന് ദൈവത്തിന്റെ ജനമറിയണം.
ലവരേ ശാന്തന. ദൈവത്തിന്റെ ജനം ഇപ്പോൾ തന്നെ ഭൂമിയിൽ ഉപ്പായി ജീവിക്കാൻ നിയമിക്കപ്പെട്ടവരാണ്. ലോക വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്താൻ, ആത്മസ്വാധീനം ലോകത്തിൽ ചെലുത്താൻ, ലോകത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വരുത്താൻ ദൈവം കണ്ടവരാണ് ദൈവത്തിന്റെ ജനം. ആത്മമണ്ഡലത്തിലേക്ക് ഈ ജനം പ്രവേശിച്ച് ഇതിനെ സ്വാധീനം ചെലുത്തി, ഇവിടുത്തെ തിന്മയ്ക്കും പാപത്തിനും പരിഹാരം വരുത്തി. നാം ഇന്നതിന് സഹായം ചെയ്യേണ്ടവരാണ്. നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നതോടെ ഈ ലോകം മുഴുവനും വ്യത്യസ്തമായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നൊരു ദിവസം ഉണ്ടാവും. യേശുവിന്റെ ക്രൂശ് മരണത്താൽ ഇത് മുഴുവൻ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ, നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ, ഈ സകലവും കണ്ടുകൊണ്ട് സർവജ്ഞാനിയായ അവിടുന്ന് പ്രഖ്യാപിച്ചതാണ് നിവർത്തിയായി. ആമേൻ. ഈ വീണ്ടെടുപ്പ് പ്രാപിക്കാൻ, ആത്മാവിൽ പ്രാപിക്കാൻ അവസരം കിട്ടിയ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ദൈവദാസന്മാരെ, നമ്മുടെ ശരീരാത്മാവിന്റെ വീണ്ടെടുപ്പ് നമുക്ക് വരുത്തിയ മാറ്റം മാത്രമല്ല. ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ലോകത്തിന് ഈ വീണ്ടെടുപ്പ് കൊണ്ട് വ്യതിയാനം വരുത്തി, സമൂഹത്തിന് വ്യതിയാനം വരുത്തി, വരാനുള്ള നാളിലേക്ക് അനേകരെ ഒരുക്കാൻ ഈ വീണ്ടെടുപ്പിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി മറ്റുള്ളവരിലേക്കും വ്യാപരിപ്പിക്കാൻ, ഒന്നുകൂടെ പറയട്ടെ, ക്രൂശിന്റെ അധികാരവും ശക്തിയും നമ്മുടെ തലമുറ തിരിച്ചറിയേണ്ടത്. നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും അവർ മാത്രമല്ല, ലോകവും തിരിച്ചറിഞ്ഞ് ഈ ക്രൂശിൽ നിവർത്തിച്ച വേലയുടെ പുണ്യം സ്വീകരിപ്പാൻ നിറവിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി നമ്മയും ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ സന്തോഷിച്ച് ആ അനുഭവം മറ്റുള്ള പകർന്നു കൊടുക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.